ചിരിക്കല്ല നികി ഒന്ന് അങ്ങനെതാ നിനക്ക് കുറച്ച് കുറഞ്ഞു എന്നാ പറയണത്. പൊക്കി പിടിക്കണി കറക്റ്റ് ആക്കട്ടെ. നിങ്ങളുടെ ലുക്ക് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. ഇവിടെ ഈ ഒരാള് മാത്രമല്ല വേറൊരാളും റെഡി ആകുന്നുണ്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാണ്ട് എന്താക്കണ്ടേ ഇപ്പൊ ഒന്നുമില്ല ക്യാമറയില് പറ്റിയ ഇത് വെയിലുകൊണ്ട് വല്ലാണ്ട് വാടിയതാ. ഇത് കൊറേ ഉണ്ടല്ലോ നെറ്റിയത്. ഒരു പോസ്റ്റ് ഒട്ടിക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ. ഒരു പോസ്റ്റ് ഒട്ടിക്കാനുള്ള സ്ഥലം ആരുടെ ഭാഗ്യമാണ്. കൊറച്ചെന്നെ തേക്കണം. എല്ലാരും പറയുന്ന അനിയത്തി കുറച്ച് കളറുണ്ടപ്പാ, കുറച്ച് ചെക്കൻ കറുത്തു പോയിരുന്നു. ഇങ്ങനെയെങ്കിലും ഞാനത് പകരം വിട്ടിട്ട് ഇങ്ങനെയെങ്കിലും പകരം വിട്ടിട്ട് കണ്ണാടി സാധനം നോക്കാനൊന്നുമില്ല. ചിറ്റനൊക്കെ കരിഭൂതം കളിച്ചിട്ടില്ലല്ലോ. എന്റെ മാത്രം കഴുത്തില കിട്ടണ്ട കരിമങ്ങലായിട്ട് ഒരാളുടെ സെന്റർ മോത്താക്കല്ല തുടക്കല്ല ഇതായി പോവും. ചാക്ക കേട്ട ഇതിപ്പോ വേഷങ്ങളൊന്നും ഇല്ലാണ്ട് അച്ഛൻ റെഡി ആയല്ല അതല്ലേ. ഇങ്ങോട്ടാ ചാക്ക അവർക്ക് കൊടുക്കേണ്ട ചാക്ക മേക്കപ്പ് ഒന്നും വേണ്ട. ഓക്കെ അല്ലേ? അമ്മക്ക് എന്താ സംഭവം ഞാൻ പറഞ്ഞുതരാം കേട്ടാ. സൂപ്പറായിട്ടുണ്ട്. ഇതാ അടിപൊളി, ഒന്നും നോക്കാനില്ല, കിടുക്കാച്ചായിട്ടുണ്ട് അല്ലേ? ഇതാ സാധനതാ വേറെ സാധനം മുറുക്കി തുപ്പിയാ മുറുക്കി ആടെ വാട. ആ അടിപൊളി. അവിടുന്ന് അറ്റകളി നീക്കിനെ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടാ. നമ്മളെ കാണാൻ വേണ്ടി കാട്ടാമ്പള്ളി സ്കൂളിൽ നിന്ന് വന്നതാണ്. എന്നിട്ട് കണ്ട സമാധാനായ എങ്ങനെയുണ്ട് നീക്ക്? വാടി ഇങ്ങോട്ട് പിള്ളേര് കാണിട്ട് വാ. മനസ്സിലായ എങ്ങനെയുണ്ട്? ലുക്ക് ഉണ്ടാ ശരിക്കും അതുപോലെ ആയിനാ? വീഡിയോ വരുമ്പോ കാണണേ എങ്ങനെ ഉണ്ടാവാന്ന്. നിങ്ങളുടെ ഒപ്പം ഒരു സെൽഫി എടുത്താലോ നിക്കിനെ കൂട്ടിയിട്ട്? ഭയങ്കര ആഗ്രഹം നിങ്ങളുടെ ഒപ്പം ഒരു സെൽഫി എടുക്കണം. എനിക്ക് ഉറക്കണ്ട ഒട്ടും. വീട്ടിൽ കൂടെ കാണിച്ചു കൊടുക്കണം കേട്ടോ. ഫോണിലല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തന്നാണ് ഞാൻ. നിക്ക് ഒരു അടിപൊളി സെൽഫി എടുക്കട്ടെ പിള്ളേരുടെ ഒപ്പം. നിക്ക് മക്കളെ സൈക്കിളൊക്കെ നോക്കി അടിച്ചുകൊണ്ട് പോകും. ആ അപ്പൊ നിന്നോ, എല്ലാരും നിന്നോ. ആ മുന്നേക്ക് ഒരു അണ്ണാച്ചി സെൽഫി. എന്താണ് ഓടി പൊട്ടത്തി അവിടെ എടേ ഒരു കോമഡി ആക്കല്ല, വേഗം ആക്കുക. സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ പറ. ഹിന്ദി അറിയാത്ത മണ്ടത്തിൽ ഞാൻ എടി തും ബെൽക്കരോ മേ ഉദർ കടക. ഞാൻ അവിടെ നിന്നോളാം. ഓക്കെ ആ കടക ഞാൻ അവിടെ. ആ ഓക്കെ റെഡി. ഓക്കെ അങ്ങനെ ഓക്കെ ഓക്കെ റെഡി. ആ തും ബെൽക്കരോ തും ബെൽ മാറോ. തും ബെൽ മാറോ മേ ഉദർ കടക. തും എന്ന് വെച്ചാൽ നീ എന്നർത്ഥം. മേ ഉദർ കടക. ഓക്കെ റെഡി. ഒന്ന് ചിരിക്കാൻ അമ്മ പോകല്ല, അമ്മ പോകല്ല. വലിയ പൈസ തരും അമ്മ, വലിയ പൈസ. കുപ്പി പാട്ട പാൽ
5 രൂപ അമ്മ 5 രൂപ. ഇന്ദ്രൂട്ടൻ വരുന്നുണ്ട്. ഇന്ദ്രൂട്ടന് നിക്ക് വേഷം മാറിക്കണ അറിയില്ല. എടി നീ പോയി പിടിക്കടി, അങ്ങനെ ഒളിച്ചേക്കാനല്ല. നീ എന്തിനാ ഒളിച്ചേക്കുന്നേടി? അങ്ങനെ മനസ്സിലായ? പേടിച്ചാ? പേടിച്ചാ? ഇല്ലപ്പ എന്റെ അമ്മ പേടിച്ചിടുന്നില്ല. അമ്മ അങ്ങല്ല അമ്മ അതാ വലിയ പെറി. ഓക്കെ റെഡി. അങ്ങോട്ട് പോകുമ്പോ നോക്കിയിട്ട് അവർ ലാസ്റ്റിലോട്ട് എത്തുന്നത് കാണണം. പോയിക്കോ, നിങ്ങൾ നടന്നോ, വർത്താൻ പറ പോയിക്കോ. കളഞ്ഞല്ലേ? ഞാൻ ക്യാമറ വന്ന അവരെടുത്തോണ്ടിരിക്കല്ലേ കോരങ്ങ്. പൊട്ടത്തെറി മോട്ടറിൽ അടിച്ചു മാറ്റുന്ന ഓട്ടോ സൂപ്പറാക്കി. ലാസ്റ്റ് ആ ഓട്ടോ ഉണ്ടല്ല, അത് പൊളിച്ചിന് പൊളിച്ച്. ചാക്കിൽ എന്തൊക്കെയാ പറക്കിട്ടുണ്ട്, എന്തെല്ലാം ഇട്ടെന്ന് നോക്കിയ. അങ്ങനെ എല്ലാരും റെഡി ആയിട്ട് ഇവിടെ നിക്കാണ്. മഞ്ഞക്കിളി ചിരിച്ചക്കല്ലേ അങ്ങനെ. അപ്പൊ ഇവിടെ നമ്മുടെ സ്ഥലമാണ്, നിങ്ങളുടെ തറവാട്ടിലോട്ട് പോകുന്ന സ്ഥലമാണ് അല്ലേ. ഇവിടെ ഒഴിഞ്ഞൊരു ചെറിയൊരു ബിൽഡിംഗ് ഉണ്ട് അപ്പുറം, അവിടെ പോയിട്ട് എടുക്കാന്ന് വെച്ചിരിക്കുന്നു. വാ നടന്നോ, ഗെറ്റ് റെഡി. മാലെടുത്ത് നിർത്ത്, ഇങ്ങനെ കാണിച്ചു സന്തക്കുന്നിക്ക് റിയൽ ആയിട്ട് വിഷമാവുന്ന വരും. കാരണം ഞങ്ങൾ പിടിക്കൂലെന്ന്. ശരിക്കും ആ ക്യാരക്ടറായിട്ട് അങ്ങ് ഒരു ജീവിച്ചു. അല്ല എന്നിട്ട് പറയണേ ഞങ്ങളിപ്പോ പിടിക്കൂലേന്ന് നിങ്ങൾ. ഫൈനലി നമ്മൾ നമ്മുടെ സ്കിറ്റിന്ന് എടുത്ത് തീർത്തു അല്ലേ. അതെ, സജു മോനെ മാത്രം കാണിച്ചിട്ടുണ്ടാവില്ല. അപ്പോ ബിഹൈൻഡ് ദ ക്യാമറ സജുവിനോടൊപ്പം പാട്ടവർക്കുകൾ, ക്രിമിനൽസ് അല്ല അടിച്ചു അങ്ങനെയല്ലാട്ടാ. പിന്നെ ഇതുപോലെ ഒരുപാട് ജോലി എടുത്ത് ജീവിക്കുന്നവരുണ്ട്, കഷ്ടപ്പെട്ട്. സത്യം പറഞ്ഞാല് രാവിലെ തൊട്ട് രാത്രി വരെ ഇതുപോലെ സാധനങ്ങളൊക്കെ പിറക്കി കൊടുത്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. പക്ഷെ ഇവരെ പോലുള്ളവര് ആയുള്ളത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവർക്കും കൂടി നാണക്കേടായെന്ന് പറഞ്ഞ അവസ്ഥ അല്ലെ. ഒരു വീട്ടിൽ ആരെയും വിശ്വസിച്ച് കയറ്റാൻ പറ്റാണ്ടായി. അപ്പൊ പണിയെടുത്ത് ജീവിക്കുന്നവർ കൂടി മര്യാദ നടക്കാൻ പറ്റാത്തതായി മാറി ഇങ്ങനെയുള്ളവരെ കൊണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളവരെ ശ്രദ്ധിക്കുക, ഒരു കരുതലെടുക്കുക അല്ലെ. അമ്മ ശ്രദ്ധിക്കാത്തോണ്ട് നമുക്ക് പണി കിട്ടിയില്ലേ. പക്ഷെ ലാഭം നമുക്ക് 200 രൂപ അല്ലേ. അപ്പൊ നമുക്ക് അപ്പൊ ബിഹൈൻഡ് ദ സീൻ പ്ലസ് ഈ വ്ലോഗ് നമ്മൾ എന്തായാലും ഇവിടെ വൈൻഡപ്പ് അടിക്കും. ടാറ്റ.